നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനായി 7.5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് എ രാജ MLA. ഉപ്പതറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നവംബർ 1 ശനിയാഴ്ച ഉപ്പതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. ഒക്ടോബർ 31 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ. യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവരക്കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായിട്ടായിരുന്നു കളക്ടറേറ്റിൽ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ യോഗം നടന്നത്. കുടുംബങ്ങൾക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര കാര്യങ്ങളിൽ യോഗം തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ പുനരധിവാസ കാര്യത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്ക ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. BSc നഴ്സിംഗ് പഠിച്ച് പഠനം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ആ കുട്ടിക്ക് ഈ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരു സർക്കാർ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ അടുത്ത് ആവശ്യപ്പെട്ടായിരുന്നു. അതിനും ഒരു തീരുമാനമുണ്ടാവണം. യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവരക്കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു. മരിച്ച ബിജുവിന്റെ മകൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം പരിഗണിക്കണം. ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം. നിർമ്മാണ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും പ്രതിനിധികൾ ദുരിതബാധിതരുമായി ആശയവിനിമയം നടത്തണം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഓറഞ്ച് സോണായി തിരിച്ചിട്ടുള്ള ഇടത്തേക്ക് ആ ഭാഗത്ത് താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് തിരികെ മടങ്ങാമെന്ന വിലയിരുത്തൽ ആശങ്കയുളവാക്കുന്നതാണ്. ഇടിഞ്ഞ ഭാഗത്ത് തന്നെ ഇടിയാൻ തക്ക രീതിയിൽ മണ്ണവശേഷിക്കുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം. ഇക്കാര്യങ്ങളിലൊക്കെയും പ്രശ്നപരിഹാരം കാണണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ അടിമാലി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 85 അടിമാലി ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ചയോടടുക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ലക്ഷം വീട് ഭാഗത്ത് ആദ്യ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ശനിയാഴ്ച രാത്രിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നിലവിൽ ടൗൺ ഭാഗത്തെ ഇടവഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഇടവഴികളിലൂടെയുള്ള ബസ്സുകളുടെ അടക്കം യാത്ര പ്രതിസന്ധിയാവുന്നുണ്ട്. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോർത്തുണ്ടായ മലയിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ചയോടടുക്കുകയാണ്. ഇടിഞ്ഞെത്തിയ മണ്ണ് ദേശീയപാതയിൽ തന്നെ കൂടിക്കിടക്കുന്നു. മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. കൂമ്പൻ പാറയിൽ നിന്നും അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തു നിന്നുമാണ് ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. പ്രദേശത്തെ ഇടവഴികളിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. തങ്ങളുടെ പുനരധിവാസ കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായാലല്ലാതെ ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ നിന്നും മണ്ണെടുക്കാൻ അനുവദിക്കുന്നതല്ല. ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാരിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകണമെന്ന്. കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കാൻ യന്ത്രസാമഗ്രികൾ എത്തിച്ചെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തുടർ ജോലികൾ ഉണ്ടായില്ല. ഇടുങ്ങിയതും കയറ്റവും വളവും നിറഞ്ഞ വഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുള്ളത്. ചെറിയ അപകടങ്ങൾ ഇതിനോടകം പലതവണ ഇടവഴികളിൽ സംഭവിച്ചു കഴിഞ്ഞു. നിരന്തരം വലിയ വാഹനങ്ങൾ ഓടിയാൽ ഇടവഴികൾ വേഗത്തിൽ തകരാനും കാരണമാകും. ബസ്സടക്കം
വലിയ വാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് ചെറുവഴികളിലൂടെ കടന്നുപോകുന്നത്. ദുരിതബാധിതരുടെ ആവശ്യത്തിൽ പരിഹാരം കണ്ടെത്തി മണ്ണ് നീക്കി ദേശീയപാത തുറക്കാനുള്ള ജോലികൾ ആരംഭിക്കണമെന്നും ആവശ്യമുയരുന്നു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനായി 7.5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. കാത്ത് ലാബിനായി കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപകരണങ്ങളടക്കം എത്തിച്ച കാത്ത് ലാബ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ 9.5 കോടിയോളം രൂപ വേണമെന്നിരിക്കെയാണ് ഇപ്പോഴത്തെ സർക്കാർ ഇടപെടലെന്നും MLA വ്യക്തമാക്കി. കാത്ത് ലാബിന്റെ പ്രവർത്തനത്തിനായി ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ പുതിയ തസ്തിക അനുവദിക്കുന്ന കാര്യത്തിലും തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതായി MLA പറഞ്ഞു. ദീർഘനാളത്തെ ആവശ്യമായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ 2018 ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ്. കാത്ത് ലാബിന് വേണ്ടി കെട്ടിടം നേരത്തെ അനുവദിച്ച തുക കൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ചെങ്കിലും കുറച്ച് ഉപകരണങ്ങൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ തോതിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഏകദേശം 9.5 കോടി രൂപയോളം വേണമെന്നാണ് കണ്ടിരുന്നത്. ആ ഫണ്ട് കണ്ടെത്തേണ്ട ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ നിന്ന് തുക അനുവദിച്ച് ഇടുക്കിയിൽ നിന്ന് അംഗീകാരം കിട്ടി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നു. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി 7.5 കോടി രൂപ അറിയിച്ചുകൊണ്ട് 7.5 കോടിയുടെ അംഗീകാരം നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. അതുമാത്രമല്ല, അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. പുതിയ തസ്തിക തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കായി കാർഡിയോളജിൻ്റെ തസ്തിക സൃഷ്ടിക്കുമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നവംബർ 1 ശനിയാഴ്ച ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ അനധികൃതമായി വീട് വെച്ച കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 2015-2020 കാലഘട്ടങ്ങളിൽ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത കാലയളവിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാരു, അതോടൊപ്പം തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ CPMൻ്റെ പ്രസിഡന്റും കൂടിയായ TP ജോണും അനധികൃതമായി വീടുകൾ സമ്പാദിക്കുകയും, അതായത് ജോണിന് 1.5 ഏക്കർ വസ്തു ഉണ്ടായിട്ട് 3 സെൻറ്റ് വസ്തു 20 സെൻറ്റ് വസ്തുവിനെ കാണിച്ചാണ് വീട് വാങ്ങിച്ചത്. വില്ലേജിൽ നിന്ന് വിവരാവകാശം പ്രാർത്ഥിപ്പിച്ചപ്പോൾ അത് 1.5 ഏക്കറിലായി തെളിയാൻ കഴിഞ്ഞത്. ഷാലിനെ സംബന്ധിച്ച് വളരെയേറെ ആസ്തിയുള്ള ആൾ, 3-4 വണ്ടിയുള്ള ആൾ. അദ്ദേഹം വീട് വാങ്ങിച്ച് പണി പൂർത്തി അത് മറിച്ച് വിൽക്കുകയുണ്ടായി. ഈ ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രമുഖരായ 2 ആളുകൾ അനധികൃതമായി വീട് സമ്പാദിച്ച് അത് ഓഡിറ്റിംഗ് പ്രകാരം പഞ്ചായത്തിൻ്റെ ഓടിക്കാനും പഞ്ചായത്തിൻ്റെ വിജിലൻസും ഒക്കെ അന്വേഷിച്ചപ്പോൾ ഇത് അനധികൃതമാണെന്നും പണം തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും പല പ്രാവശ്യം രേഖാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കത്തുകൾക്ക് നൽകിയെങ്കിൽ പോലും ഇതുവരെയും ആ പണം തിരിച്ചടയ്ക്കുവാൻ 2 കൂട്ടരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് ഭാരതീയ ജനതാ പാർട്ടി ഇതിന് മുൻപും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ ധർണയും പഞ്ചായത്ത് വിവരമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സമയബന്ധിതമായി കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നടന്ന സംഭവം എന്ന നിലയിൽ ഇത്രയും കാലങ്ങളായിട്ടും ഈ പണം തിരിച്ചു പിടിക്കാനോ ഇത് അടയ്ക്കാനോ ഉള്ള ഒരു സ്ഥിതി ഇവർ മനസ്ഥിതി കാണിക്കാതെയും വീണ്ടും അഴിമതിയിലേക്ക് മുന്നിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. ഒന്നാമത്തെ കാര്യമുള്ള ഹൈറേഞ്ചിൽ ഒരു കാര്യവും ഒന്നും നടക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. ആ പഞ്ചായത്തിലുള്ള അഴിവുള്ളവരെ ഇതുപോലുള്ള രാഷ്ട്രീയ സ്വാധീനം വെച്ച് വീടുകൾ സമ്പാദിച്ച് ആ വീടുകൾ പണി പൂർത്തീകരിച്ച് മറിച്ച് വിൽക്കുകയും അനധികൃതമായി വീട് സമ്പാദിക്കുകയൊക്കെ ചെയ്യുക. ഈ വ്യക്തികളിൽ നിന്നും പണം റവന്യൂ റിക്കവറി ഉൾപ്പെടെ നടത്തി ക്രിമിനൽ കേസുകൾ വരെ ഫയൽ ചെയ്ത് പണം തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിൻ്റെ വാതിൽക്കൽ 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ധർണ നടത്തപ്പെടുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ അവറുകളാണ്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വരീസ് സാറ്, അങ്ങനെ തുടങ്ങി ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ ഒരു വിഭജന സമരമായി ഈ സമരം മാറുകയാണ്.
ഇനിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇവരിൽ നിന്ന് പണം ഈടാക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കൂടി അറിയിക്കുകയാണ്. LDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന വിളംബര ജാഥ നാളെ മുതൽ പര്യടനം ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് പന്നിയാർകുട്ടിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് CPI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം പ്രിൻസ് മാത്യു ഉദ്ഘാടനം നിർവഹിക്കും. LDF സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും കഴിഞ്ഞ UDF സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് LDF സർക്കാർ നടത്തിയ ഭരണ നടപടികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും ഭൂവിനിയോഗ ഭേദഗതിക്കെതിരെ UDFും BJPയും കപട പരിസ്ഥിതിവാദികളും നടത്തുന്ന കള്ളപ്രചാരവേല ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിനുമായി LDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 1-2 തീയതികളിൽ രാജാക്കാട് പഞ്ചായത്തിൽ വികസന വിളംബര ജാഥ നടത്തുമെന്ന ബേബിലാൽ, MA ഷിനു, ബിബിൻ ചെറുതാനി, PA വിജയൻ ഭാരവാഹികൾ രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. LDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 1-2 തീയതികളിൽ വികസന വിളംബര ജാഥ നടത്തുകയാണ്. നവംബർ 1 തീയതി കേരള പിറവി ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് പന്നിയാർകുട്ടിയിലാണ് ജാഥയുടെ ഉദ്ഘാടനം. CPIയുടെ ജില്ലാ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു ആണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ആ ജാഥയിൽ പങ്കെടുക്കുന്നു. 2-ാം തീയതി രാവിലെ 8 മണിക്ക് എണ്ണാർസിറ്റിയിൽ തുടക്കം, 9 മണിക്ക് അടിവാരം, 10 മണി പഴയവിടുതി, 11 മണി മമ്പട്ടിക്കാനം, 12 മണിക്ക് പന്നിയാർനിരപ്പ്, 2 മണി കള്ളിമാരി, 3 മണിക്ക് അമ്പലക്കവല, 4 മണി വലിയമുല്ലക്കാനം, 5 മണിക്ക് രാജാക്കാടിൽ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പങ്കെടുക്കും. CPIഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം NV ബേബിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബേബിലാൽ ക്യാപ്റ്റൻ, MA ഷിനു വൈസ് ക്യാപ്റ്റൻ, ഷാജി വയലിൽ മാനേജർ, രതീഷ് അത്തിക്കുഴി കോർഡിനേറ്ററുമായുള്ള വിളംബര ജാഥയുടെ ഉദ്ഘാടനം നവംബർ 1 വൈകിട്ട് 4 പന്നിയാർകുട്ടിയിൽ വെച്ച് നടക്കും. CPI ജില്ലാ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു നിർവഹിക്കും. 2 രാവിലെ 8 NR സിറ്റിയിൽ നിന്നും ആരംഭിച്ച അടിവാരം, പഴയവെടുതി, മമ്മട്ടിക്കാനം, പന്നിയാർനിരപ്പ്, കള്ളിമാലി, അമ്പലക്കവല, മുല്ലക്കാനം എന്നീ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് 5 രാജാക്കാട്ടിൽ സമാപിക്കും. സമാപന സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം NV ബേബി ഉദ്ഘാടനം ചെയ്യും. LDF നേതാക്കളായ സുമാ സുരേന്ദ്രൻ, PS അനിൽ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ.
388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ, നാടൻ തേങ്ങ 78 രൂപയ്ക്ക്, കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി, 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഒക്ടോബർ 31 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം AICC സെക്രട്ടറി PB മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷി ദിനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ അധ്യക്ഷത വഹിച്ച് AICC സെക്രട്ടറി PB മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഓർമ്മകൾ ഞങ്ങൾ ശക്തിപ്പെടുത്തണം. അവർ ലാസ്റ്റ് പറഞ്ഞ വാക്ക് കേൾക്കുന്ന, ഇന്ന് ഞാൻ ഇവിടെയുണ്ടു, നാളെ ഞാൻ ഇവിടെ ഉണ്ടാകുന്നില്ല, പക്ഷേ അതിന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇന്ത്യ സേവനം ചെയ്യും. മരിക്കുമ്പോൾ എൻ്റെ ഒരു തുള്ളി രക്തവും ഇന്ത്യയെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ബലപ്പെടുത്താൻ ചെയ്യുമോ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ഒരു രക്തം, ഒരു തുള്ളി രക്തം എന്നുവരെ ഞാൻ ഇന്ത്യ സേവിക്കും. അല്ലേ? ഇതായി ലാസ്റ്റ് വാക്ക്. പിന്നെ വളരെ പാവപ്പെട്ടവർക്ക് പറഞ്ഞ വാക്കുകളുണ്ട്. ഗരീബി ഹട്ടാവോ. KPCC മെമ്പർ R ബാലൻപിള്ള, സെക്രട്ടറി തോമസ് രാജൻ, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, DCC ജനറൽ സെക്രട്ടറി MD അർജുൻ, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, UDF ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റുവേഷൻ രാജാക്കാട്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മെഡലുകൾ നേടി ഇടുക്കിയുടെ അഭിമാനമായി മാറിയ സഹോദരങ്ങളാണ് ഗോഡ്വിൻ P ബിനോയും ഒലീവിയ P ബിനോയും. കഴിഞ്ഞ 14 വർഷമായി നെടുങ്കണ്ടത്ത് വാടകയ്ക്ക് താമസിച്ചാണ് ഇവർ ജൂഡോ അഭ്യസിക്കുന്നത്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ഇനിയും ഇവർക്ക് കയ്യെത്തി പിടിക്കുവാനായിട്ടില്ല. ഈ കാണുന്ന മെഡലുകളും ട്രോഫികളുമെല്ലാം ഈ സഹോദരങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ ഇടിച്ചു നേടിയവയാണ്. ഈ മെഡലുകൾ കാണുമ്പോൾ ഇരുവർക്കും മുന്നോട്ട് ഇനിയും കൊതിക്കുവാനുള്ള ആവേശം വർദ്ധിക്കും. പക്ഷെ ഇവയെ ഒന്ന് സൂക്ഷിച്ചു വെക്കുവാൻ പോലും തങ്ങൾക്ക് ആവുന്നില്ലല്ലോ എന്ന വിഷമം മാത്രമാണ് മിച്ചം. സ്വന്തമായി ഒരു വീടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ദുഃഖം. ഇത്തവണത്തെ കായികമേളയിൽ മത്സരിച്ച പലർക്കും വീട് ലഭിച്ചതായി വാർത്തകൾ കാണുമ്പോൾ ഇവരും പ്രതീക്ഷയിലാണ്. ആരെങ്കിലും തങ്ങൾക്കും ഒരു വീട് നൽകുമോ എന്ന പ്രതീക്ഷ. ഒരു വീട് വേണം തന്നെയാണ് ഒരു ആഗ്രഹം. ഞങ്ങൾ 7 വർഷമായിട്ട് ജൂഡോ ചെയ്യുന്നു. ജൂഡോയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നെടുങ്കണ്ടത്ത് തന്നെ താമസിച്ച് ഇങ്ങോട്ടേക്ക് പ്രാക്ടീസിന് വരുന്നത്. പക്ഷേ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീട് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ഈ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കുറച്ച് കുട്ടികൾക്ക് വീട് ലഭിച്ചു എന്നറിഞ്ഞു. പ്രതീക്ഷിക്കുന്നു, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായം പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിൽ ജൂഡോ 55 കിലോഗ്രാം കാറ്റഗറിയിൽ ഗോഡ്വിൻ സ്വർണം നേടിയപ്പോൾ സഹോദരി ഒലീവിയ വെങ്കല മെഡലും നേടി. പരിമിതികൾ മാറി കുട്ടികൾക്ക് വാസയോഗ്യമായ ഒരു വീട് ലഭിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാനാകുമെന്ന് കോച്ചായ സൈജു ചെറിയാൻ പറയുന്നു.
ഒരുപാട് ട്രോഫികളും മെഡലുകളും സ്വന്തമായിട്ട് അവർക്ക് വീടില്ലാത്ത ഉള്ള ഒരു സാഹചര്യമുണ്ട്. അത് അവരെ മാനസികമായിട്ട് തന്നെ ഒരുപാട് സങ്കടത്തിലാക്കുന്ന, അല്ലെങ്കിൽ പരിശീലനം എന്ന രീതിയിൽ നമ്മളെ വളരെ സങ്കടത്തിലാക്കുന്ന ഒരു വേദനാജനകമായ കാര്യങ്ങളാണ്. അവർക്ക് വീടിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ ദേശീയ മത്സരങ്ങളിലൊക്കെ നമുക്ക് അന്തർദേശീയ മത്സരങ്ങളിലേക്ക് ന്യൂട്രീഷന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അഭിമുഖീകരിച്ച് വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുക വന്നാലാണ് മികച്ച കായിക താരങ്ങൾ, ഇവരിലൂടെ രാജ്യം അറിയുന്ന, നമ്മുടെ നാളറിയുന്ന കായിക താരങ്ങളായിട്ട് ജൂഡോയിൽ ഇവരെ മാറാൻ കഴിയും എന്നതിൽ നമുക്ക് ഉറച്ച ഒരു വിശ്വാസമുണ്ട്. നിലവിൽ തമിഴ്നാട്ടിൽ ജോലി നോക്കുന്ന മാതാപിതാക്കളായ ബിനോയിയുടെയും രമ്യയുടെയും സ്വപ്നം കൂടിയാണ് സ്വന്തമായൊരു വീടെന്നത്. ഇപ്പോൾ പരിശീലനത്തിനായി നെടുങ്കണ്ടത്ത് മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു വീടെന്ന സ്വപ്നം മാത്രമാണ് കുട്ടികൾക്കുള്ളതെന്ന് മുത്തച്ഛനും പറയുന്നു. അവർ ഇവിടെ വന്ന ജൂഡോ ക്ലാസ്സിൽ വന്ന് കൂടിയിട്ട് 7 വർഷമായി. അവർക്ക് വീടില്ല, അവർക്ക് വീട് ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് അത് പഠിക്കുന്ന കുട്ടികളാണെന്ന് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഇങ്ങനെ നിൽക്കാനൊരു വേദി അവരാണല്ലോ. സംസ്ഥാന ഗവൺമെന്റോ സന്നദ്ധ സംഘടനകളോ ഇവരുടെ സ്വപ്നം പൂവണിയിക്കുവാൻ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയാണ് ഇവരുടെ പരിശീലകർക്കും ഈ കുടുംബത്തിനുമുള്ളത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,300 രൂപ, പവന് 90,400 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുന്നതിനായി 7.5 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് എ രാജ MLA. ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നവംബർ 1 ശനിയാഴ്ച ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. ഒക്ടോബർ 31 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.